ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് പ്രൊഫൈലാണ്. നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിലല്ല ഞാൻ പോകുന്നുണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അലൻസാറും കവർ ചെയ്യും. പക്ഷേ ഓർഡർ നമ്മൾ മാറി മാറി കളിക്കും കേട്ടോ. ഓക്കെ, രസത്തിന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പ്രൊഫൈലാണ്. മക്കളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരു റബ്ബർ ബാൻഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടി, എന്നിട്ട് റബ്ബർ ബാൻഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? റബ്ബർ ബാൻഡ് പിടിച്ച് വലിക്കാൻ നോക്കൂല്ലേ? നിങ്ങൾ പിടിച്ച് വലിച്ചു കളിക്കും. അതേപോലെയാണ് നിങ്ങൾ പ്രൊഫൈൽ എഴുതേണ്ടത്. അതായത് ആലോചിച്ചു, ഇതാണ് നിങ്ങളുടെ റബ്ബർ ബാൻഡ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം തരും, പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. കുറേ ഡീറ്റെയിൽസ് തരും. ഇതാണ് നമ്മുടെ റബ്ബർ ബാൻഡ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ റബ്ബർ ബാൻഡ് പിടിച്ചിട്ട് നിങ്ങൾ പിടിച്ച് വലിക്കുക, വലിച്ച് വലിയ സെന്റൻസ് ആക്കുക. വലിയ സെന്റൻസ് ആക്കണ്ട, ചെറിയ സെന്റൻസ് ആക്കിയത് അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല അല്ലേ? പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, പ്രൊഫൈൽ ഉണ്ടാക്കണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ബോൺ ജാനുവരി 1908 കേരള. ഇതിങ്ങനെ നിങ്ങൾ പിടിച്ച് വലിക്കുക. ഇതാണ് നമ്മുടെ റബ്ബർ ബാൻഡ്. ഈ റബ്ബർ ബാൻഡ് നിങ്ങൾ ഇങ്ങനെ എല്ലാ സൈഡിലും പിടിച്ച് വലിക്കുക, സെന്റൻസ് ആക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ ജാനുവരി 1908 ഇൻ കേരള. കഴിഞ്ഞു. അപ്പൊ അതെന്തായി? അത് പിടിച്ച് വലിച്ച് സെന്റൻസ് ആയി. ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. അടുത്ത എന്താണ്? ഫേമസ് ആസ്. അതിങ്ങനെ പിടിച്ച് വലിക്കുക. ഹി വാസ് ഫേമസ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ. എന്ത് കോമഡിയാ. നെക്സ്റ്റ് നോട്ടബിൾ വർക്ക്സ്. അങ്ങനെ പറയാം. ഹിസ് നോട്ടബിൾ വർക്ക്സ് വേർ ബാലികാലസഖി, ശബ്ദങ്ങൾ, പത്തുമേടാട്, കോപ്പി പേസ്റ്റ്. എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുക, ഒന്നും മിസ്സാക്കണ്ട, എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത്. പക്ഷെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കിക്കേ, അവാർഡ്സ്. ഹിസ് അവാർഡ്സ് വേറെ പറയുന്നത് അത്ര ശരിയല്ല. കാരണം അദ്ദേഹത്തിന്റെ അവാർഡ് അല്ലല്ലോ പത്മശ്രീ. അത് ഹിസ് ഫ്രിഡ്ജ് വാസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്കൂട്ടർ വാസ്, അല്ലെങ്കിൽ കാർ വാസ് എന്ന് പറയാം. പക്ഷെ അത് അദ്ദേഹത്തിന്റെ കാർ ആയതുകൊണ്ടാണ്. പക്ഷെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡാണ്, അദ്ദേഹത്തിന്റെ അവാർഡല്ല. സോ ഹി വാസ് അവാർഡഡ് എന്ന് പറയും. ഹി വാസ് അവാർഡഡ് വിത്ത് ദ പത്മശ്രീ, അല്ലെ അവാർഡഡ് ദി പത്മശ്രീ എന്ന് എഴുതിക്കുക ഇൻ ദി ഇയർ 1982. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഹിസ് അവാർഡ്സ് എന്ന് പറയില്ല, ഹി വാസ് അവാർഡഡ് എന്ന് പറയും കേട്ടോ. ഹി ഡൈഡ് എന്ന് പറയും മക്കളെ. ഹി ഡൈഡ് ഇൻ 1994 എന്ന് പറയും. ഇല്ല, കാരണം ഡൈഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചത്തു എന്നാണ് എൻ്റെ ഈക്വലൻ്റ് ആണ് ഡൈഡ് എന്ന് പറയുന്നത്. നമ്മൾ അദ്ദേഹം ചത്തു എന്ന് പറയില്ല. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ, റെസ്പെക്ട്ഫുൾ ആയ ആൾക്കാർ വെച്ച് പറയുമ്പോൾ അത് ചത്തു എന്ന് പറയില്ല, നമ്മൾ അന്തരിച്ചു എന്നൊക്കെ അല്ലേ പറയാം, അല്ലേ? അപ്പം അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഡൈഡ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ചത്തു എന്ന് പറയുന്നത്. അല്ലേ ഇംഗ്ലീഷ് എങ്ങനെ പറയാം? പറ, എല്ലാം ലൈച്ചായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അറിയാം അല്ലേ? നിങ്ങൾ ഇതിന്റെ തമാശ കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ PT ടീച്ചർ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൾ ഒരു സ്കൂളിന്റെ ക്ലാസ്സിന് പുറത്തു കൂടി പോകുമ്പോൾ പറയും, പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ആർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്? സ്കൂൾ പണ്ട് ഞാനിവിടെ വായിച്ചാണ്, എൻ്റെ സ്കൂളിലെ PT ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അപ്പോൾ PT ടീച്ചർ ക്ലാസ്സിലുണ്ട്, പ്രിൻസിപ്പൾ സൈഡിൽ കൂടി നടന്നു, കോറിഡോറിൽ കൂടി നടന്നു. PT ടീച്ചർ പറഞ്ഞാണ്, ദ പ്രിൻസിപ്പൾ ജസ്റ്റ് പാസ്ഡ് അവേ. ഓക്കെ, ഇത് ആക്ച്വലി സംഭവിച്ചല്ലേ, ഞാനവിടെ വായിച്ചാണ്. അപ്പം ആ പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നടന്നുപോയി എന്നല്ല, മരിച്ചുപോയി എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറയും ഹി പാസ്ഡ് അവേ ഇൻ ദി ഇയർ. പാസ്ഡ് അവേ ഇൻ ദി ഇയർ എന്നോ അല്ലെങ്കിൽ 1994 എന്നോ, ഇൻ ദ ഇയർ 1994. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചു കഴിഞ്ഞു. ഇതാണ് പവർ ഓഫ് പ്രൊഫൈൽ. ഇനി ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പെട്ടി വരിക. ശരിക്കും പരീക്ഷ എഴുതുമ്പോൾ പ്രൊഫൈൽ എഴുതുന്ന ഒരു പെട്ടി വരിക. മുകളിൽ ആരെ പറ്റിയാണോ നിങ്ങൾ എഴുതുന്നത് അദ്ദേഹത്തിന്റെ പേര് കൊടുക്കുക. വൈക്കം മുഹമ്മദ് ബഷീറാണ്, ഫുൾ നെയിം കൊടുക്കണം കേട്ടോ, ഫുൾ നെയിം കൊടുക്കണം കേട്ടോ. ഓക്കെ, ശരി. അപ്പം പണ്ടാരോ ഇപ്പം മഹാത്മാഗാന്ധി ആണെങ്കിൽ നിങ്ങൾ എന്താ കൊടുക്കുക? മഹാത്മാഗാന്ധി എന്നാണോ കൊടുക്കുക? അല്ല, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് മഹാത്മാഗാന്ധി അല്ല മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം. ഓക്കെ, അപ്പൊ ഫുൾ നെയിം ആണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് മഹാത്മാഗാന്ധി എന്ന് എഴുതി വെക്കരുത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് കൊടുക്കുക, അല്ലാണ്ട് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പേരല്ല, നമ്മൾ വിളിക്കുന്നതാണ്. എന്നിട്ട് നോക്കിയ സെയിം സാധനം തന്നെ. വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ January 1908 ഇൻ കേരള. ഹി വാസ് ഫേമസ് എസ്, അതല്ലേ നമ്മൾ പറഞ്ഞേ, ഹി വാസ് ഫേമസ് എസ് ഷോർട്ട് സ്റ്റോറി. എല്ലാം കോപ്പി പേസ്റ്റ് അത്രേ ഉള്ളൂ. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇതെല്ലാം കോപ്പി പേസ്റ്റ് നോക്കിയേ. ഹിസ് നോട്ടബിൾ വർക്ക്സ് വേർ ഇൻക്ലൂഡ് എന്ന് കൊടുക്കാം, അല്ലെ വേർന്ന് കൊടുക്കാം. ബാലികാലസഖി, ശബ്ദങ്ങൾ, പത്തുമേടാട്. എന്താണ്? ഹി വാസ് അവാർഡഡ് വിത്ത്, അല്ലെ? ഹി വാസ് അവാർഡഡ് വിത്ത് എന്നോ, അല്ലെ ദ പത്മശ്രീ ഇൻ ദി ഇയർ 1982. ഹി പാസ്ഡ് അവേ, ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ, പാസ്ഡ് അവേ. ഇത്രയുള്ള സംഭവം, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലാഘവത്തോടെ നിങ്ങൾ പോയി പ്രൊഫൈൽ എഴുതി, ഒരു കുഴപ്പമില്ല. ഓക്കെ, പ്രൊഫൈൽ സെറ്റാണ്, എല്ലാവരും തംസപ്പ് ഇട്ടെ. പ്രൊഫൈൽ സെറ്റാണ്, എല്ലാ മക്കളും ലൈവ് ചാറ്റിൽ തംസപ്പ് ഇടുന്ന എനിക്ക് ഇപ്പൊ കാണണം. കാരണം പ്രൊഫൈൽ ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യത്തിന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് മതി. ക്ലാസ് കഴിഞ്ഞിട്ട് ഈ നോട്ട്സ് ഞാൻ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ കൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കമ്മ്യൂണിറ്റിയിൽ കൂടിയല്ല, കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരും അവർ. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് സ്വന്തമായിട്ടും ചെയ്തു നോക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് 5 മിനിറ്റ് പോലും എടുക്കൂല മക്കളെ, 5 മിനിറ്റ് എടുക്കൂല. നോക്കുക, ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക? പ്രിപ്പയർ പ്രൊഫൈൽ ഓഫ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. ഈ ഓദറിന്റെ പ്രൊഫൈൽ ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കുക,
നെയിം പറയേണ്ട ആവശ്യമില്ല. ഹിസ് നെയിം വാസ് ഗബ്രിയൽ ഗാർസിയ മാർക്വസ് മോൾ എഴുതിയിട്ട് പിന്നെ ഹിസ് നെയിം വാസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗബ്രിയൽ ഗാർസിയ മാർക്വസ് വാസ് ബോൺ in the year 1928 in Colombia. He was famous as a novelist, short story writer, screenwriter and journalist. He was known as Gabo. His awards nu ariyilla. He was awarded the Nobel Prize for Literature in the year 1982. His major works include 100 Years of Solitude, Love in the Times of Cholera, The Autumn of the Patriarch. കഴിഞ്ഞു. എന്താ he died എന്ന് പറയില്ല, he passed away in the year എന്ന് പറയും അല്ലേ. He passed away in the year 2014. അതോടെ പ്രൊഫൈൽ കഴിഞ്ഞു. അപ്പൊ ഇത്രയുള്ള മക്കളെ പ്രൊഫൈല് ഇനി മൂന്നെണ്ണം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ മൂന്നെണ്ണം കൂടി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ സെറ്റ് ആണ്. എല്ലാവരും പ്രൊഫൈൽ സെറ്റ് ആണെങ്കിൽ